നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പാലക്കാടിൻ്റെ സ്വപ്ന പദ്ധതിയായ കഞ്ചിക്കോട് ഫോർച്യൂൺ മാൾ 2025 ഏപ്രിൽ 5-ാം തീയതി ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിക്കുമെന്ന് ഫോർച്യൂൺ മാൾ ചെയർമാൻ ഐസക് വർഗീസ് പൊതുയോഗത്തിൽ പ്രഖ്യാപിച്ചു. 6 കൊല്ലത്തെ അധ്വാനം നമ്മൾ ഏപ്രിൽ 5-ാം തീയതി ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിനുവേണ്ടി ഏറ്റവും സഹായിച്ച എല്ലാ ഇൻവെസ്റ്റേഴ്സിനും ഡയറക്ടർമാർക്കും എൻ്റെ കൂടെ എല്ലാവർക്കും, അതേപോലെ തന്നെ നമ്മുടെ പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റും മെമ്പറും ജൈനക്ക് 2-ാം വാർഡ് മെമ്പർ, നമ്മുടെ വാർഡിൽ അദ്ദേഹത്തിൻ്റെ വാർഡിലാണ് മാള നിൽക്കണം, അവർ ബ്ലോക്ക് പ്രസിഡൻറ്റും എല്ലാവർക്കും, സുഭാഷനും നമ്മുടെ ഫയൽ കൊടുക്കാൻ എല്ലാവർക്കും പ്രത്യേകം നന്ദിയുണ്ട്. ഈ ഡേറ്റിന് നമ്മൾ മാൾ ഓപ്പൺ ചെയ്യും. അതിനുവേണ്ടി നമ്മളെ സഹായിക്കാൻ സപ്പോർട്ട് ചെയ്ത ഗണേശിൻ്റെ അടക്കമുള്ള എല്ലാ സ്ഥാപനങ്ങളുടെ ഓണർമാരും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ 2025 ഏപ്രിൽ 5-ാം തീയതി ഫോർച്യൂൺ മാൾ എന്നുള്ള മഹാസംരംഭം നമ്മൾ കഞ്ചിക്കോട് സമർപ്പിക്കും. നമുക്ക് എല്ലാവിധ ഒരുവിധം 98% കാര്യങ്ങളിലും നമ്മൾ എല്ലാവിധ ലൈസൻസുകളും നേടിക്കഴിഞ്ഞു. എല്ലാം ക്ലിയർ പ്രോപ്പർ വേ തന്നെയാണ്, നല്ല ഇതിലാണ് എത്തിക്കുന്നത്. അപ്പോൾ അത് ഡിക്ലെയർ ചെയ്യാനുള്ള കടന്ന് ആ ചടങ്ങാണ് നമ്മളിന്ന് പ്ലാൻ ചെയ്ത് അത് നമ്മൾ നിർവഹിച്ചിരിക്കുന്നു. പലപ്പോഴും പല വിധത്തിലും നേരിട്ടിട്ടുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും തരണം ചെയ്യാൻ നമ്മളെ ന്യായമായ വഴിയിലൂടെ സഹായിച്ച തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് സഹായിച്ച പ്രതിനിധികളാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ആ വ്യക്തികളെ ഓരോരുത്തരെയായിട്ട് ആശംസകൾ അറിയിക്കാനായിട്ട് ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ആദ്യമായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മിസ്റ്റർ ബിജോ. ഒരു പുതിയ സംരംഭം തുടങ്ങുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചോളം ഏറ്റവും ശ്രമകരമായ ഒരു കാര്യമാണ്. പക്ഷേ കഴിഞ്ഞ 8 കൊല്ലത്തെ സർക്കാരിൻ്റെ ഭരണത്തിൽ നമ്മുടെ കേരളത്തിലെമ്പാടും തന്നെ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാനും കേരളം ഒരു വ്യവസായ സൗഹൃദ സംസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ തന്നെ നമ്മുടെ പാലക്കാട് പുതുശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടുന്ന സ്ഥലത്താണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ചതായിട്ടുള്ള വ്യവസായ പാർക്ക് വരാൻ പോകുന്നു. ഏകദേശം 1300 ഏക്കർ ഭൂമി ഏറ്റെടുത്തുകൊണ്ട് ഇന്ത്യയിൽ ഇതുവരെ കാണാത്ത രൂപത്തിലുള്ള ഒരു വ്യവസായ പാർക്കാണ് നമ്മുടെ പുതുശ്ശേരി പഞ്ചായത്തിനകത്ത് വരാൻ പോകുന്നത്. അത്തരം വളരെ സമഗ്രമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടും സമഗ്രമായിട്ടുള്ള ഒരു വികസന കാഴ്ചപ്പാടുമാണ് കേരളത്തിലെ സർക്കാരും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി പുതുശ്ശേരി പഞ്ചായത്തിൽ വളരെ ദീർഘകാലമായി ഐസക്കാട്ടൻ ഉദ്ദേശിക്കുന്ന ഒരു പദ്ധതിയാണ് ഈ ഫോർച്യൂൺ മാളും അദ്ദേഹത്തിൻ്റെ പുതിയ സംരംഭങ്ങളും. ഈ തുടക്കം മുതൽ എല്ലാ ഘട്ടങ്ങളിലും ഒരു ജ്യേഷ്ഠനായിട്ടും അല്ലാതെ തന്നെ സുഹൃത്തായിട്ടും അല്ലാതെ തന്നെ കൃത്യമായി നമ്മളോട് ബന്ധപ്പെടാറുണ്ട്. ഈ പുതിയ സംരംഭത്തിനും തുടങ്ങിയ പദ്ധതിക്കും എൻ്റെ പേരിലും വ്യക്തിപരമായ പേരിലും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പേരിലും എല്ലാവിധ ആശംസയും ഞാൻ നേർന്നു നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. വൈസ് പ്രസിഡന്റ് മിസ്റ്റർ അജീഷ്. വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട ഐസക്കേട്ടൻ, പ്രിയപ്പെട്ടവരെ, ഇവിടെ ആശംസയിൽ പറഞ്ഞു നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്. കേരള സർക്കാരിൻ്റെ 8 വർഷത്തെ വളരെ ദീർഘവീക്ഷണത്തോടുള്ള കാഴ്ചപ്പാടുകൾ പോകുന്ന വ്യവസായ സ്മാർട്ട് സിറ്റി നമ്മുടെ പഞ്ചായത്താണ് ഇവിടെ നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഐസക്കേട്ടൻ തുടക്കത്തിൽ തന്നെ ഈ മാളിനെ കുറിച്ച് വ്യക്തമായി തന്നെ പറഞ്ഞു. തുടക്കം മുതൽ പഞ്ചായത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഐസക്കേട്ടൻ നേരിട്ടാണ് വരാറുള്ളത്. സാധാരണ സ്റ്റാഫുകളൊക്കെയാണ് ഇത്തരം കാര്യങ്ങൾ വേണം. പക്ഷേ എല്ലാ പ്രവർത്തനവും എല്ലാ ഘട്ടങ്ങളിലും പഞ്ചായത്തിൻ്റെ എല്ലാ മെമ്പർമാരെയും വിളിച്ച് അറിയിച്ചുകൊണ്ടായിരിക്കും ഐസക്കേട്ടൻ അവിടെ പോകും. നമുക്കറിയാം ഈ സംരംഭത്തോട് എത്രത്തോളം താല്പര്യം എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഐസക്കേട്ടൻ ഈ പ്രവർത്തനം കൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ളത്. തന്നെ നമുക്കറിയാം, പഞ്ചായത്തിൽ തന്നെ
ഒരു വ്യവസായ മേഖല വിഷയ പഞ്ചായത്ത്. അതുകൂടാതെ തൊട്ടടുത്ത IIT, ബെബൽ ബോംബെ പോലെയുള്ള വ്യവസായ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ പ്രവർത്തിച്ചു വരുന്നു. ഈ ഫോർച്യൂൺ മാൾ വരുന്നതോടുകൂടി ഈ പഞ്ചായത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. ഈ സംരംഭം ഇപ്പോൾ പഞ്ചായത്തിലേക്ക് വലിയൊരു സംരംഭമായി മാറട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയിൽ ക്ഷണിച്ചതിനെ എല്ലാവിധ ആശംസകൾ അറിയിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. വാർഡ് മെമ്പർ മിസ്റ്റർ ജയകുമാർ. സദസ്സിലുള്ള വിശിഷ്ട അതിഥികളെ, നമ്മുടെ പഞ്ചായത്തിൽ ഫോർച്യൂൺ മാൾ എന്നൊരു വലിയൊരു സംരംഭം, അതിന് നേതൃത്വം കൊടുത്ത ഐസക്കേട്ടൻ, അതിനുപരി ഡയറക്ടർ അംഗങ്ങൾ, അതുപോലെ തന്നെ പുതുശ്ശേരി പഞ്ചായത്തിൽ അത് 2ാം വാർഡിൽ തന്നെ ആ ഫോർച്യൂൺ മാൾ നിൽക്കുന്നത് എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അതിലൂടെ ഒത്തിരി ആൾക്കാർക്ക്, സാധാരണപ്പെട്ട ആൾക്കാർക്ക്, ഒത്തിരി അധികം ആൾക്കാർക്ക് ജോലി കിട്ടുന്നുള്ളതും വളരെ നിങ്ങളിൽ അറിയിക്കുകയാണ്. അത് ജോലി കിട്ടാൻ വേണ്ടി അങ്ങനെ ഒരു സംരംഭം തുടങ്ങാൻ മുൻകൈ എടുത്ത ഫോർച്യൂൺ ഗ്രൂപ്പിനും ഈ വരുന്ന 2025 ഏപ്രിൽ 5-ാം തീയതി ഇനോഗ്രേഷൻ ചെയ്യാനിരിക്കുന്ന ഫോർച്യൂൺ മാളിന് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രധാനപ്പെട്ട വ്യക്തി തന്നെയാണ്. ഫോർച്യൂൺ മോളിന് വേണ്ടി ഷെയർസ് കൊണ്ടുവരാനും അതുപോലെ തന്നെ മോളിൻ്റെ വേണ്ടി പാർക്കിങ്ങിനുള്ള സ്ഥലം തന്ന് വലിയ രീതിയിൽ സഹായിച്ച മിസ്റ്റർ ജയപ്രകാശ് പി മന്നത്തിനെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. Good evening to all of you. Really, it's my privilege and pleasure to stand on this podium to address all of you. Thank you. ഞാൻ കഞ്ചിക്കോടുകാരൻ തന്നെയാണ്. ഈ മാളിൻ്റെ തൊട്ടടുത്ത് ഒരു 50 മീറ്റർ ദൂരമുള്ള എൻ്റെ വീട് ഈ ഡിസ്ട്രിക്ട് 9 തൊട്ട് താഴെ. അതായത് കുഞ്ഞുനാളിൽ ഇതിലൂടെ നടക്കുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, എത്രയും പിന്നോക്കമാണ് നമ്മുടെ സ്ഥലം. പൂർണ്ണമായിട്ടും നമ്മുടെ മെമ്പേഴ്സൊക്കെ കൂടി ഇരിക്കുന്നുണ്ട്. എല്ലാം കൃഷി മാത്രമേ നമുക്കിവിടെ കാണാൻ കഴിയുള്ളൂ. പരവതാനി വിരിച്ച പാടങ്ങൾ മാത്രം ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റം വരെ. അതിൽ നിന്നും ഒരു ഇൻഡസ്ട്രിയലൈസേഷനിലേക്ക് നമ്മൾ മാറുന്നത് ഓൾമോസ്റ്റ് ഒരു 1976-78 കാലഘട്ടം മുതലാണ്. ആദ്യമായിട്ട് വന്നത് നമ്മുടെ ITI 76, പിന്നെ കഞ്ചിക്കോട് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ഏരിയ, അങ്ങനെ ഓരോരോന്നായി. അതായത് മേ ബി മാറി മാറി വരുന്ന സർക്കാരുകളുടെ ദീർഘവീക്ഷണവും നമ്മുടെ നാടിനെ, അതായത് വിദേശ കൾച്ചറിലേക്ക്, അതായത് ഷോപ്പിൽ നിന്ന് മാളിലേക്ക് എന്നുള്ളൊരു കൺസെപ്റ്റ്, അത് റിയലി ഒരു വിദേശ കൺസെപ്റ്റാണ്. അപ്പോൾ വിദേശ രാജ്യങ്ങളോട് കിടപിടിക്കാവുന്ന രീതിയിൽ നമ്മളും വളരണം എന്ന ദീർഘവീക്ഷണം നമ്മുടെ സർക്കാരിന് നന്ദി. അതിനോടൊപ്പം പ്രവർത്തിക്കാൻ സന്നദ്ധമുള്ള മനസ്സുമായി കുറേ ഇൻവെസ്റ്റേഴ്സ്, ഈ എൻ്റർപ്രനർഷിപ്പാണ് ഒരു വലിയ കാര്യം. അപ്പോൾ കഞ്ചിക്കോടിൻ്റെ ഈ മോള് ഫോർച്യൂൺ മോൾ, അതായത് ഇതിൻ്റെ ഒരു NRI സംരംഭമാണ്. തീർച്ചയായിട്ടും ആദ്യമായിട്ടായിരിക്കും എനിക്ക് തോന്നുന്നു ഇങ്ങനൊരു സംരംഭം ഒരു വിത്തൗട്ട് എ സെക്യൂർഡ് ലോൺ. സാധാരണ എല്ലാവരും ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം ഏത് ബാങ്കിൽ നിന്നാണ് ലോൺ കിട്ടുക, എത്ര ബാങ്ക് ബെയർ ചെയ്യും, ലോസ് വന്നാലും പകുതി ബാങ്ക് കൊണ്ടുപോകും. നിങ്ങളൊക്കെ കേട്ട് കാണും, വിജയ് മല്ലയ, ധീരജ് മോഡി, ഞാൻ ആരെയും കുറ്റം പറയില്ല. ഇവരൊക്കെ ബിസിനസ് ചെയ്തതിൻ്റെ പകുതിയിൽ കൂടുതലും ബാങ്ക് ലോൺ ഉണ്ടായിരുന്നു. ഇന്ന് അവരെയൊന്നും എല്ലാവരും ബാങ്കിഷ്ടാണ്. അപ്പോൾ ഇവിടെ അങ്ങനെയല്ല, നമ്മൾക്ക് ബാങ്കിനെ ആശ്രയിച്ചല്ല, നമ്മൾ സ്വന്തമായിട്ട് ഫണ്ട് സ്വരൂപിച്ച് നമ്മൾ സ്വന്തം അധ്വാനത്തിലൂടെ സ്റ്റാർട്ട് ചെയ്യണം. മെമ്പർ പറഞ്ഞ പോലെ പഞ്ചായത്തിൽ പോകുന്നത് വരെ ഇതിൻ്റെ മെയിൻ ആളാണ് നമ്മുടെ ഫൗണ്ടർ ഡയറക്ടർ ഐസക് വർഗീസ്. ഞാൻ ഐ തിങ്ക് വർഷങ്ങളായിട്ട് ഇതിലൂടെ വാക്കിങ്ങിന് പോകുന്ന ആളാണ്. എല്ലാ ദിവസവും കാലത്ത് 6 മണിക്ക് ഞാൻ ഇദ്ദേഹത്തെ ഈ മാളിൻ്റെ മുമ്പിൽ കാണാറുണ്ട്. ഓരോ പ്രാവശ്യം കാണുമ്പോഴും ചോദിക്കും, ഇല്ല അത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കൺസെപ്റ്റ് മനസ്സിൽ കൊണ്ടുവന്ന് അതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ അല്ലെങ്കിൽ പ്രാവർത്തികമാക്കാൻ അദ്ദേഹം കാണിച്ച ആവേശം, അദ്ദേഹം തന്നെയോട് പറഞ്ഞു, ഇതൊരു യുദ്ധഭൂമിയിലാണ് ഞാൻ നിന്ന് കളിക്കുന്നതെന്ന്. ഏത് കാലാൾപ്പടയോ ആര് തളർന്നു വീണാലും ഞാൻ തളരില്ല, ഒറ്റയാൾ പട്ടാളമായി ഞാൻ മുന്നോട്ട് നീങ്ങും, ഇത് നടത്തിയിരിക്കും. അത് നമ്മളിപ്പോൾ കാണാൻ പോവാണ്. ഐ തിങ്ക് അദ്ദേഹം എൻ്റെ ഈ ആശംസ നേരുന്നതിന് മുമ്പായിട്ട് തന്നെ അറിയിച്ചു 5th ഏപ്രിലിന് ഇനാഗ്രേറ്റ് ചെയ്യാൻ പോകുന്നു. ആ ഒരു കോൺഫിഡൻസ്, ആ ഒരു ഒറ്റയാൾ പട്ടാളം, അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ചുറ്റും നിന്ന ഡയറക്ടേഴ്സ്, എസ്പെഷ്യലി MD ശ്രീജിത്ത്, ഞാൻ കുറച്ചു മുമ്പ് സംസാരിക്കേണ്ടായിരുന്നു, എൻ്റെ സമ്പാദനത്തിൻ്റെ പകുതിയിൽ കൂടുതൽ ഇവിടെയാണ്. ഐ തിങ്ക് അതൊരു നിസ്സാർത്ഥമായ കാര്യം, നിസ്വാർത്ഥമായ ഒരു കാര്യമാണ്. കാരണം നമ്മളെന്തായാലും 10 രൂപ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഞാനോ നിങ്ങളോ ആരാണെങ്കിലും എനിക്ക് 10 രൂപ കിട്ടുക എത്ര രൂപ തിരിച്ചു കിട്ടുന്നതാണ് ആദ്യം ചിന്തിക്കുക. ഈ മഹാവ്യക്തികൾ അങ്ങനെയല്ല ചിന്തിച്ചത്. ഞാൻ 10 രൂപ ഇൻവെസ്റ്റ് കഴിഞ്ഞാൽ എൻ്റെ നാടിന് എന്ത് ഡെവലപ്മെൻറ്റ് ഉണ്ടാവും. നമ്മുടെ മെമ്പർ പറഞ്ഞ പോലെ എൻ്റെ വാർഡിൽ എത്ര പേർക്ക് ജോലി കിട്ടും,
എത്ര പേർക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ലിവിങ് സ്റ്റൈൽ കൊണ്ടുവരാൻ പറ്റും? നമ്മുടെ ലൈഫ് സ്റ്റാൻഡേർഡ് ഇമ്പ്രൂവ് ആവണം. നമ്മുടെ മക്കളൊക്കെ ഇത് കാണുന്നത് നമ്മുടെ ഷോപ്പിൽ നിന്ന് മാൾ കൺസെപ്റ്റിലേക്കാണ്. നമുക്ക് ലുലു മാൾ വന്നു, തൊട്ടടുത്ത് നമുക്ക് അഭിമാനിക്കാം പാലക്കാട് വൺ ആൻഡ് ഓൺലി 5-star ഹോട്ടൽ. ഒറ്റയാൾ പട്ടാളമായി പൊരുതി ഇവിടെ വരെ എത്തിയ നമുക്കറിയാം. ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരു സംരംഭം കൊണ്ടുവരണമെങ്കിൽ വളരെ ശ്രമകരമായ ഒരു കാര്യമാണ്. അത് രാഷ്ട്രീയമായിട്ടുള്ള പ്രശ്നങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ ഓരോരോ കടമ്പകളുണ്ട്. പിന്നെ ജോഗ്രഫിക്കൽ ഇഷ്യൂസ് എല്ലാം ഉണ്ട്. ആ ഓരോ കടമ്പകളും ഓരോ നിമിഷങ്ങളിലും ലീഗൽ ഇഷ്യൂസ്, ഈ ഓരോ കടമ്പകളും ഓരോ നിമിഷത്തിലും അതിജീവിച്ച് വിജയകരമായി അതിന് മുമ്പിൽ എത്തിക്കുക എന്നുള്ളത് നിസ്സാര കാര്യമല്ല. കോടിയുടെ പ്രൊജക്റ്റാണ് അടുത്തൊരു 3 to 4 years നമ്മുടെ പുതുശ്ശേരി പഞ്ചായത്തിൽ വരാൻ പോകുന്നത്. സ്റ്റേറ്റ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടുകൂടി നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് വളരെ ദീർഘവീക്ഷണത്തോടെ എത്രയും പെട്ടെന്ന് അതിൻ്റെ സ്ഥലത്തിൻ്റെ അക്വിസിഷൻ എല്ലാം ഓൾമോസ്റ്റ് കഴിഞ്ഞെന്നാണ് എൻ്റെ വിശ്വാസം. ഇനി ബാക്കി ഫോർമാലിറ്റീസ് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം നമുക്ക് ആശംസ അറിയിക്കാനായി മിസ്റ്റർ സുഭാഷിനെ ക്ഷണിച്ചുകൊള്ളുന്നു. സദസ്സിലുള്ള പ്രിയപ്പെട്ട വിശിഷ്ട വ്യക്തികൾ, നമ്മളെല്ലാം ഈ ഭാവന എന്ന് സിനിമ നടിയല്ല, സിനിമയിലെല്ലാം പറയുമ്പോൾ ഈ ഭാവനയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മളെല്ലാം മനസ്സിൽ വരുന്നത് ഒരു സിനിമ നടന്മാർക്ക് വേണ്ടി മാത്രം അല്ലെങ്കിൽ എഴുത്തുകാർക്ക് മാത്രം വേണ്ടി മാറ്റിവെച്ച ഒന്നാണ് ഭാവന എന്നാണ് ഞാൻ നിങ്ങളൊക്കെ ഒരു പക്ഷേ കൂടുതൽ കഴിയുന്നില്ല. എന്നാൽ ആ ഭാവന വളരെ എങ്ങനെയാ പറയാ, വളരെ സവിശേഷമായി ആ ഭാവനാപൂർണമായിട്ടുള്ള ഒരു തീരുമാനത്തിലൂടെ വരാനിരിക്കുന്ന വികസനത്തെ കുറിച്ചെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് വളരെ ദീർഘവീക്ഷണത്തോടെ തന്നെ ഈ കഞ്ചിക്കോട് മേഖലകളിൽ ഇത്തരമൊരു സംരംഭം തുടങ്ങാൻ വലിയ രൂപത്തിൽ പ്രവർത്തിച്ച ഈ ഫോർച്യൂൺ ഗ്രൂപ്പിനും അതുപോലെ തന്നെ ഈ ഫോർച്യൂൺ ഗ്രൂപ്പിന്റെ ഈ മാൾ ഉദ്ഘാടനം ചെയ്യുമ്പോൾ നമ്മളെല്ലാം മുഖ്യമന്ത്രി ഒരു കാലഘട്ടത്തിൽ പറഞ്ഞു, പ്രതിസന്ധികളെ അതിജീവിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ നായകന്മാരായി വരിക എന്നുള്ളത്. അത് ഈ ഫോർച്യൂൺ മാളിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഉദ്ഘാടനം പൂർത്തീകരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതിൽ ഇൻവെസ്റ്റേഴ്സിന് പ്രത്യേകിച്ച് അഭിമാനിക്കാം. കാരണം ഈ ഒരു സംരംഭം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഏതൊരു സംരംഭവും ഈ ഫോർച്യൂൺ മാളിനെ സംബന്ധിച്ചിടത്തോളം വളരെ അതിവേഗത്തിൽ പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നുള്ളത് നിങ്ങൾക്കെല്ലാം വിശ്വസിക്കാം. കാരണം എന്താ, അത്രയധികം പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് തന്നെയാണ് ഐസകാരണം ഈ സംരംഭവും മുന്നോട്ട് വന്നിട്ടുള്ളത്. അത് പൂർത്തീകരിക്കുന്നതിനുള്ള നല്ല ദൃഢനിശ്ചയത്തോടുകൂടി എനിക്ക് നേരിട്ടുകൂടി അനുഭവമുള്ളതുകൊണ്ട് തന്നെ വളരെ ആത്മവിശ്വാസത്തോടെ തന്നെ പറയാൻ പറ്റും, ഇവിടെ നടക്കാൻ പോകുന്ന ഈ സംരംഭം വളരെയധികം മുന്നോട്ട് പോകുന്നു. അതിനുവേണ്ടി എല്ലാ ആശംസകളും പ്രത്യേകം നേരുന്നു. അതോടൊപ്പം തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്നും ഈ കഞ്ചിക്കോട് പുതുശ്ശേരി പഞ്ചായത്തിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത എല്ലാ ഇൻവെസ്റ്റർമാരെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് എല്ലാ ആശംസകളും അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Mr. Vishnu Prasad, New SS Fabrications, Memento നൽകാനായി സ്നേഹം ക്ഷണിച്ചുകൊള്ളുന്നു. Mr. Vino, Vinca Agencies, Memento നൽകാനായി Mrs. Shoma. അടുത്തത് സ്റ്റാഫിനുള്ള മിസ്റ്റർ ശ്രീകുമാർ,
ഫോർച്യൂൺ ഗ്രൂപ്പിൻ്റെ ആദ്യത്തെ പാലക്കാട് ജില്ലയിലെ സംരംഭമായ ഫോർച്യൂൺ മാള് ഞങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലമാണ്. ഞങ്ങളത് ഏപ്രിൽ 5-ന് 2025 ഏപ്രിൽ 5-ന് ഇവിടുത്തെ ഈ പൊതുസമൂഹത്തിന് മുന്നിൽ സമർപ്പിക്കുകയാണ്. എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും വേണം. മാൾ എന്നുള്ള കൺസെപ്റ്റിൻ്റെ മേഖലയിലേക്ക് ഞങ്ങൾ ആദ്യത്തെ ചുവടുവെപ്പാണ്. എല്ലാ ജനങ്ങളുടെയും പിന്തുണ പ്രതീക്ഷിക്കുന്നു, ആഗ്രഹിക്കുന്നു. ഈ അവസരത്തിൽ ഈ ദൗത്യം എന്നിൽ അർപ്പിച്ച ഭാരവാഹികളോട് ഞാൻ ആദ്യം തന്നെ നന്ദി അർപ്പിക്കുന്നു. ആദ്യമായി നമ്മുടെ സ്ഥാപനത്തിൻ്റെ എല്ലാമായ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ഫാമിലീസ്, ഓൺലൈനിലൂടെ കാണുന്ന എല്ലാ ഡയറക്ടേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്, ഫൗണ്ടർ ഡയറക്ടർ മിസ്റ്റർ ഐസക് വർഗീസ്, മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ ശ്രീജിത്ത് പി നായർ, എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ആൻഡ് ഡയറക്ടേഴ്സ്, എല്ലാവരോടും ഈ അവസരത്തിൽ കമ്പനിയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു.